ഇവനെ ഞാനാ കൊണ്ടുവന്ന് ഏൽപ്പില്. ലൈക്ക് ഇവന്റെ റൂട്ടിൽ ഒന്നും കയറി പോകുന്നില്ല, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കാം. എനിക്ക് ദൈവം എനിക്ക് ഞാൻ മൊത്തം ഇവന്റെ അടുത്താണ് പഠിച്ചത്. അശ്വിൻ പൈസ കൊടുത്ത് കോഴ്സ് വാങ്ങും, ഞാൻ അങ്ങനെ അവന് ഐഡിയ മാത്രം ഞാനത് പഠിക്കും. സൈക്കോമെട്രി പിന്നെ അല്ല ഹാഫ് എടുത്തു. സോറി, ശ്രീഹരി. അന്ന് എന്റെ അപരനാമം അതായിരുന്നു. ഇപ്പൊ ശ്രീഹരി പിന്നെ സന്ദേശമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. അന്ന് വിളിച്ച് ഞാൻ എന്റെ വിഷമം മൊത്തം പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ മാത്രപ്പെട്ട കയ്യിൽ നിന്ന് പോകുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സന്ദേശം ഇതേപോലെ മാർക്സ് ഒക്കെ കണ്ടിട്ട് ഇന്ന ഏരിയയിലാണ് നമുക്ക് വീക്ക് പോയിന്റ്സ്, ഇന്ന ഏരിയയിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നീ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നത്, ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം നോക്കി നോക്ക് എന്നൊക്കെ പറഞ്ഞ് സാർ എന്നെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ്, ഐ എം അശ്വിൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ചേർത്തലയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് MIT ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്തിൽ നിന്നാണ്. ഹായ്, എൻ്റെ പേര് ശ്രീഹരി ബാബു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന കോളേജിൽ നിന്നാണ്. ഇത് ഞാൻ തൃശ്ശൂർ കോളേജാണ്. ബിടെക്കിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സാണ് എടുത്തത്. ഞാൻ 2015-19 ബാച്ചായിരുന്നു. അപ്പോൾ 4 കൊല്ലം മെക്കാനിക്കൽ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇരുമ്പിനെ പ്രണയിച്ചവൻ ഒരിക്കലും IT-യിലോട്ട് പോകത്തില്ല. കുറവാണ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തോ ബ്രാഞ്ച് മാറി പോകുമ്പോൾ ഒരു എന്തോ അന്നത്തെ ആ കോളേജ് കാലഘട്ടത്തെ ഒരു സംഭവമായിരുന്നു. ഇവനെ ഞാനാ കൊണ്ടുവന്ന് ഏൽപ്പില്. അശ്വിൻ പൈസ കൊടുത്ത് കോഴ്സ് വാങ്ങും, ഞാൻ അങ്ങനെ അവന് ഐഡിയ മാത്രം ഞാനത് പഠിക്കും. സൈക്കോമെട്രി എടുത്തു. സൈക്കോമെട്രി പിന്നെ അല്ല ഹാഫ് എടുത്തു. ഈ മൂന്നാമത്തെ വട്ടം CGL കഴിയുന്ന പോയി നിൽക്കുമ്പോഴാണ് എന്താ പറയുക, നമ്മൾ മോക്കടിക്കുമ്പോൾ ആ ഒരു മാർക്ക് വരുന്നുണ്ട്. പക്ഷെ എല്ലാ തവണ എക്സാമിന് പോകുമ്പോൾ എനിക്കൊരു 10 മാർക്ക് കുറവ് കിട്ടാറ്. എൻ്റെ ഒരു കൂട്ടാൻ തനസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചാണ്. അവൻ ടീമേഴ്സിൽ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ സാറുണ്ട്, അവൻ്റെ വെൻഡറാണ്. അപ്പോൾ നീ ജസ്റ്റ് വിളിച്ചു നോക്കുക, ആൾ എന്താ പറയണം നോക്കുക. അപ്പോൾ അങ്ങനെ വേറെ ആൾക്കാരെ വേറെ പുറത്തുനിന്ന് വിളിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾ ഒരു സന്ദേശം ആൾ പേരുന്നാണ്. അപ്പോൾ അന്ന് വിളിച്ച് ഞാൻ എൻ്റെ വിഷമം മൊത്തം പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ മാത്രപ്പെട്ട കയ്യിൽ നിന്ന് പോകുന്നത്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു വിഷമമായിരുന്നു അത്. ടയർ 2 പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ടയർ 2 എഴുതാൻ പറ്റുന്നില്ലല്ലോ, ഇത്ര ആയില്ലേ. ആദ്യത്തെ വട്ടം പോയത് കുഴപ്പമില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടം നമ്മൾ അവർ പറയുന്ന കട്ട് ഓഫിൻ്റെ അടുത്ത് മാർക്ക് മോക്കടിയും കിട്ടാറുണ്ടായിരുന്നു. എന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ സാറിനെ വിളിച്ചു. സാറ് എൻ്റെ അടുത്ത് 1/4 മണിക്കൂർ സംസാരിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നിന്റെ വീക്ക് പോയിന്റ് ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നീ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നത്, ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം നോക്കി നോക്ക് എന്നൊക്കെ പറഞ്ഞ് സാർ എന്നെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ജനുവരി 2025 ജോയിൻ ചെയ്തതാണ്. ഇത്ര നാളത്തെ ജേണി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിപ്പം ശ്രീഹരി പറഞ്ഞ പോലെ ഇതേപോലെ എക്സാംസ് ഒന്നും കിട്ടാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രീഹരി ഇവിടെ വന്ന് ജോയിൻ ചെയ്ത കാര്യം അറിഞ്ഞത്. പിന്നെ സന്ദേശമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. സന്ദേശം ഇതേപോലെ മാർക്സ് ഒക്കെ കണ്ടിട്ട് ഇന്ന ഏരിയയിലാണ് നമുക്ക് വീക്ക് പോയിന്റ്സ്, ഇന്ന ഏരിയയിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ടൈം ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം. ഒരു ദിവസം ഒരു ടോപ്പിക് മാത്രമല്ല, നമ്മളൊരു 5-6 ടോപ്പിക്സ് കവർ ചെയ്യണം ഒരേ ദിവസം തന്നെ. അങ്ങനെ കുറച്ച് നമുക്ക് അഡ്വൈസ് തന്നു. ഇതേപോലെ ഇവിടുന്ന് ടീംമേറ്റ്സിൻ്റെ ഭാഗത്ത് തന്നെ എക്സാംസ് നടത്താറുണ്ട്, മോക്ക് എക്സാംസ് നടത്താറുണ്ട്. അത് നമുക്ക് എക്സാക്ട്ലി കറക്റ്റ് എക്സാമിന് എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും മോക്ക് എക്സാം നടക്കുന്നത്. അപ്പോൾ മോക്ക് എക്സാമിന് മുന്നേ ആയാലും അത് കഴിഞ്ഞിട്ടായാലും സന്ദേശ് സാർ നമുക്ക് ഇതേപോലെ അഡ്വൈസ് തരും. എവിടെ നമുക്ക് വീക്ക് പോയിന്റ്സ് ഓരോരുത്തരുടെയും സിസ്റ്റത്തിൽ വന്ന് നോക്കും, നമുക്ക് ഇങ്ങനെ കുറഞ്ഞത് മാർക്ക്, എവിടെ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണമായിരുന്നു, ഇതെല്ലാം പറഞ്ഞുതരും. ഞാനിപ്പോൾ ആദ്യം SSC പഠിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ ആദ്യം പരിചയപ്പെടുന്ന അശ്വിനായിരുന്നു. അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു, ഇടയ്ക്ക് സംശയം ചോദിക്കും. അങ്ങനെയല്ല, GK നോട്ട്സ് വെച്ചിട്ടാണ്. ഞാൻ GK കോഴ്സ് എടുത്തായിരുന്നു. കോഴ്സല്ല, നോട്ട്സ് മാത്രമായിട്ടൊരു ഇത്. അപ്പം ശരി ഒരു ദിവസം വന്നിട്ട് അത് കൊള്ളാം, നോട്ട്സ് കൊള്ളാം അങ്ങനെയൊക്കെ പറഞ്ഞ് അയച്ചുതരാമെന്ന് ചോദിച്ചു. അപ്പം ലിങ്ക് ഇട്ട് കൊടുത്തു, ടെലിഗ്രാമിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സേര് തപ്പിട്ട് കിട്ടിയില്ല. അപ്പൊ സേര് ആ സമയത്ത് മുടിയൊക്കെ വളർത്തി ലുക്കായിട്ടൊക്കെ ഇരുന്ന്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കണം, മുടി വളർത്തിയ ആള് അങ്ങനെയൊക്കെ. അങ്ങനെ കുട്ടാപ്പിക്ക് ഒരു പേരുണ്ടായിരുന്നു. സോറി, ശ്രീഹരി. അന്ന് എന്റെ അപരനാമം അതായിരുന്നു. എന്നെ അറിയപ്പെടുന്ന ആ പേരിലാണ് ഇപ്പൊ ശ്രീഹരി. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പഠിക്കുമ്പോൾ ഇപ്പോഴും ആൾ കാണുമ്പോൾ ഈ നോട്ട്സ് കൊള്ളാം, അപ്പോൾ എനിക്ക് അയച്ചിടാവോ. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ കോൺടാക്ട്സ് കിട്ടി. അങ്ങനെ നോട്ട് അയച്ചോടെ കോൺടാക്ട്സ് കിട്ടി. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ തിക് ഫ്രണ്ട്സ് ആയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ALPയുടെ പ്രിപ്പറേഷൻ ടൈമിലാണ്. കുറേ നാൾക്ക് ശേഷം റെയിൽവേ എക്സാം വിളിക്കുന്നത്. ആദ്യമായിട്ട് ലോക്കോ പൈലറ്റ് വിളിക്കുന്നത്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേക്ക് 500 രൂപ ഫീസ്. അത് കാരണം അയക്കാൻ ഒരു മടിയായിരുന്നു. SSC 100 രൂപയുള്ളൂ. പിന്നെ മനസ്സിലായി 400 തിരിച്ചു കിട്ടുന്നു. SSC പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എഴുതുന്നത്. ഞാനും അശ്വിനും അന്ന് ചുമ്മാ എഴുതി. എന്നെ നിർബന്ധിച്ച് വിട്ടുവനാണ് അന്ന് അപ്ലൈ ചെയ്തിട്ട്. ഞാനത് ഈ പറഞ്ഞ പോലെ 2 മൈൻഡായിരുന്നു, വേണ്ടത്. കാരണം ALPയിൽ ടെക്നിക്കൽ പാർട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ BTech പഠിച്ച് വീണ്ടും ടെക്നിക്കൽ പഠിക്കാൻ പോകണം. ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുമ്പോൾ BTech മാത്രമല്ല, ഈ പറഞ്ഞ IT, ഡിപ്ലോമ, BTech ഇതൊക്കെ നമുക്ക് ഈ ഡിഗ്രികളൊക്കെ മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ ട്രേഡ് പാർട്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനുള്ള കുറച്ച് എഫേർട്ട് കൂടുതലാണ്. അങ്ങനെ പ്രിലിംസ് വന്നു, ചുമ്മാ എഴുതി. മാത്സൊക്കെ
SSC വെച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇതിനകത്ത് മാത്സ് ജിക്ക് കുറച്ച് അറിയായിരുന്നു, റീസണിങ് കുറേ കിട്ടിയായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ SSC ചെയ്താൽ മുമ്പ് എല്ലാം കിട്ടാറില്ല, പക്ഷേ റെയിൽവേക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ജിക്ക് പഠിച്ചിട്ട് കുഴപ്പമായിരുന്നു. എന്നിരുന്നാലും റിസൾട്ട് വന്ന് ഞങ്ങൾക്ക് മറ്റേ ശിവരാത്രി കഴിഞ്ഞ വർഷം ശിവരാത്രി അല്ലേ, ശിവരാത്രി സമയത്താണ്. അപ്പം SSC പോലെയല്ല, റെയിൽവേ എന്ന് വെച്ചാൽ ഓരോ സോൺ വൈസ് ആയിട്ടാണ് റിസൾട്ട് ഇറക്കുന്നത്. ബാംഗ്ലൂർ സോണിന് ഞാൻ ബാംഗ്ലൂർ സോൺ എനിക്ക് കിട്ടിയത്, ബാംഗ്ലൂർ സോണിന്റെ ഇറക്കും, ട്രിവാൻഡ്രത്തിന് വേറെ സമയത്ത് ഇറക്കും, അങ്ങനെയൊക്കെ. പേര് വിളിച്ചു പറഞ്ഞു, ഞാൻ നോക്കി റിസൾട്ട് വരുന്നില്ല. നോക്കി 1 മണിക്കൂർ നോക്കി റിസൾട്ട് വരുന്നില്ല, 2 മണിക്കൂർ നോക്കി റിസൾട്ട് വരുന്നില്ല. ഓൾറെഡി ബാംഗ്ലൂർ സോൺ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലാഗാണ്. ബാംഗ്ലൂർ എല്ലാം പതുക്കെ വരത്തുള്ളൂ, എല്ലാം ഞാൻ അവസാനം നോക്കിയാൽ ബാംഗ്ലൂരിന്റെ. ബാംഗ്ലൂർ ആൾക്കാരെ എപ്പോൾ നനങ്ങത്തില്ല, അറിയാം, ലാസ്റ്റേ വരത്തുള്ളൂ. പതുക്കെ വന്നാൽ മതി. ടെൻഷൻ അടിക്കില്ല നമുക്ക്. ആദ്യമായിട്ട് എക്സാം എഴുതി ഇപ്പൊ അവനെ കിട്ടിയെന്ന് പറഞ്ഞു, നമുക്കും കിട്ടണം എന്നൊരു ഇത് കാണുമല്ലോ. റിസൾട്ട് രാത്രി വന്നു, 9 മണി 10 മണി റേഞ്ച് കണ്ട വന്ന്. ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് അമ്പലത്തിൽ നല്ല ആളാ, ഇത് കിട്ടണ്ടേ, റേഞ്ച് ഇല്ല. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറി നിന്ന് പോയി നോക്കിയിട്ടാണ് റിസൾട്ട് കിട്ടിയത്. നോക്കിയപ്പോൾ ഉണ്ട്. ആദ്യം തന്നെ ശ്രീഹരി തന്നെ വിളിച്ചു പറഞ്ഞു. ടൈറോൺ അങ്ങനെ കഴിഞ്ഞു. ടൈറോൺ കഴിഞ്ഞു. അപ്പോൾ ടൈറോൺ ചുമ്മാ വെറുതെ പോയത് എക്സാമാണ്. അങ്ങനെ വലിയ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവണം, അങ്ങനെ നമ്മൾ എക്സാം എഴുതുമ്പോൾ കുറേ സ്വപ്നം കാണാനല്ലാതെ ഈ SSC പഠിച്ചാൽ സ്വപ്നമൊന്നും ഉണ്ടായില്ല. വെറുതെ പോയി എഴുതാം എന്ന എക്സാം ആയിരുന്നു. പക്ഷേ ടൈറോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വരേക്ക് പഠിച്ചാൽ കൊള്ളാണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചിരിക്കുമ്പോഴാണ് പിന്നെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവൻ അശ്വിൻ വിളിച്ച് പറഞ്ഞായിരുന്നു, അവിടെ ഇങ്ങനെ കോഴ്സ് ഉണ്ട്, ഞാൻ എടുത്തുണ്ട്, ഞാനത് പഠിച്ചാൽ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ തന്നെ പൈസ കൊടുത്ത് കോഴ്സ് എടുത്തു. എല്ലാത്തോളം അങ്ങനെയാണ്. എന്നിട്ട് ഇവൻ്റേത് ഞാൻ ഊറ്റി പഠിക്കാം. ലിറ്ററലി ഇവൻ രാവിലെ മൊത്തം പഠിക്കും. എന്നിട്ട് ഞാനൊരു വൈകിട്ട് 8 മണി 9 മണിക്കാവൻ ചോദിക്കും, അവിടെ നീ വൈകിട്ട് നീ എപ്പോഴാണ് പഠിക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ രാവിലെ പഠിക്കാമെന്ന് പറയും. എന്നാൽ ഞാൻ ഒരു 9 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം ഞാൻ അടുത്തോട്ട് ചോദിക്കും. ഞാൻ രാത്രി 9 തൊട്ട് ഒരു പുലർച്ചെ 1 മണി 2 മണി വരെ ഇവൻ പഠിക്കാൻ സമയം നോക്കി ഞാൻ പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഇവൻ്റെ പ്രിപ്പറേഷൻ വരാത്ത രീതിയിൽ ഇവൻ പഠിക്കാൻ സമയത്ത് നോക്കി ഞാൻ പഠിക്കാം എന്ന രീതിയിലാണ് ഞാൻ ആ കോഴ്സ് എടുത്തത്. അപ്പോൾ ഞാൻ ഓരോ സ്ലൈഡ് കഴിയുമ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുത്ത് അത് ഗൂഗിൾ സ്കാൻ ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. എനിക്ക് ചില ഹിന്ദി എഴുതി മനസ്സിലാവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കോഴ്സ് പഠിച്ചത്. എന്നാലും പൈസ കൊടുക്കാണ്ട് ഇങ്ങനെ അവൻ്റെ പൈസയ്ക്ക് ഞാൻ പഠിച്ചതാണെങ്കിൽ പറയാം. അങ്ങനെ ടയർ 2 കഴിഞ്ഞു. ടയർ 2 കുഴപ്പമുണ്ടായില്ല, എഴുതി കഴിഞ്ഞു. ആൻസർ വന്നപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ സൈക്കോമെട്രി കിട്ടുമെന്ന് മനസ്സ് പറയണ്ടായിരുന്നു. അപ്പം റിസൾട്ട് വന്നു. ഇതേപോലെ ട്രിവാൻഡ്രം ആദ്യം വന്നു, ഇവന് കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ വീണ്ടും വെയിറ്റിംഗ് തുടങ്ങി. പിന്നെ എൻ്റെ റിസൾട്ട് വന്നു. റോൾ നമ്പർ അടിച്ചു നോക്കി, എൻ്റെ പേരില്ല. ആകെ വിഷമമായി. ഒരു 10 മണിക്കൊന്ന് റിസൾട്ടാണ്, വിഷമമായി, കിട്ടിയില്ല. പിന്നെ ഇതേപോലെ ഒരു 12 മണിയായപ്പോഴാണ് കിടക്കണ മുന്നേ ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നേ, ഈ 2 എക്സാം നടന്നേ, ഹോൾ ടിക്കറ്റ് മാറിയോ. അങ്ങനെ തന്നെ അടുത്ത ഹോൾ ടിക്കറ്റ് തപ്പിയെടുത്ത്, അതും ഇല്ലായിരുന്നു, എവിടുന്ന് മെയിലിൽ നിന്നൊക്കെ തപ്പിയെടുക്കുമായിരുന്നു. അതെടുത്ത് കയറി നോക്കിയപ്പോഴത്തേക്കുണ്ട്. അപ്പം തന്നെ ഇവനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സൈക്കോമെട്രിയുടെ ഇതേപോലെ കോഴ്സ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നല്ലേ. ഇരിക്കുവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സൈക്കോമെട്രി കോഴ്സ് അൺലിമിറ്റഡ് എഡ്യൂക്കേഷൻ ചാനല. അപ്പോൾ അതിൻ്റെ 950 എന്തോ ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ ഒരു മടിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഷെയർ ഇട്ട് വാങ്ങാൻ രീതിയിലായി. അങ്ങനെ ഞങ്ങൾ ടയർ 2 ടയർ 3 ഷെയറിനെ ഒരു എന്താ പറയുക, ഒരു കമ്പനി സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഇത്ര സമയം പഠിക്കും, ബാക്കി സമയം ഞാൻ പഠിക്കും, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമുണ്ടായില്ല. പക്ഷേ അവസാനത്തെ ഒരു 3-4 ദിവസമൊക്കെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര ഗ്യാപ്പ് വരുമ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴേക്കും വേറെ ഒരു കോഴ്സ് എടുത്തതും ഇവൻ തന്നെ എടുത്തു തന്നു. നീ ഇത് പഠിക്കുമ്പോൾ അവൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്നു. ഞാൻ അത് പഠിക്കുമ്പോൾ നീ ഇത് പഠിക്കും. അങ്ങനെ സമയം കളയണം പറഞ്ഞിട്ട് ആൾ തന്നെ ഒരു ചേട്ടന സ്ഥാനത്ത്. സൈക്കോമെട്രി എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡാണ് മെയിനായിട്ടും. നമുക്കിപ്പം സിമ്പിളാ കാര്യം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ലൈക്ക് ഒരു 96 ക്വസ്റ്റ്യൻ 4 മിനിറ്റ് ആ റേഞ്ചിലൊക്കെ ചെയ്യേണ്ട നമുക്ക്. അപ്പം അത്യാവശ്യം സ്പീഡ് വേണം, നമുക്ക് ഗ്യാപ്പ് വീഴാൻ പറ്റത്തില്ല. അതാണ് ഒരു കോഴ്സ് എടുക്കേണ്ടി വന്നത്. കാരണം ഇവനപ്പോൾ വെറുതെ ഇരിക്കല്. അങ്ങനെ കോഴ്സ് എടുത്ത് അന്ന് പഠിച്ചു. അങ്ങനെ സൈക്കോമെട്രിയും ഒരുമിച്ച് പഠിച്ചാണ് സൈക്കോമെട്രിയും പാസ്സായത്. അത് കഴിഞ്ഞ് ലിസ്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെയും ട്രിവാൻഡ്രം ലിസ്റ്റ് ആദ്യം വന്നു. ട്രിവാൻഡ്രം രാവിലെ വന്നു. എത്ര മണിക്ക് വന്നു? 10 മണിക്ക് വന്നു. 10 മണിക്ക് എന്തോ വന്നു. പക്ഷെ നമുക്കത് എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഇവൻ ലിസ്റ്റ് വരാണ്ട് എനിക്കൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല. ഇവൻ്റെ മൂന്നുണ്ടെങ്കിൽ അത് പോയി കൊടുക്കുക. ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് അറിയാം, അപ്പോൾ ലിസ്റ്റ് വന്ന് അറിയാം. പക്ഷെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ഇങ്ങനെ മോട്ടോയിട്ടിരിക്കുക, അവൻ്റെ വന്നിട്ടില്ല. ബാംഗ്ലൂർ ലേറ്റായി പറഞ്ഞ കാരണം. എന്നിട്ട് ഇവൻ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ ഇനി ഇരിക്കുക. എന്താ ഇവനും ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ഇവൻ്റെ റൂട്ടിൽ ഒന്നും കയറി പോകുന്നില്ല. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കാം. അപ്പം എനിക്ക് ഞാൻ മൊത്തം ഇവൻ്റെ അടുത്താണ് പഠിച്ചത്. ഞാനായിട്ട് അങ്ങനെ പൈസ ചിലവാക്കിയൊന്നും പഠിച്ചിട്ടില്ല. സൈക്കോളജി കുറച്ച് മാത്രം. അപ്പോൾ അത് നമുക്കൊരു വിഷമല്ലേ. അപ്പോൾ എൻ്റെ ഏറ്റവും അവസാനം ആണ് ഇവൻ വന്നത്. ഇവൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓളി ഇട്ടു. അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓളി ഇട്ടു. അപ്പോൾ സമാനമായി. സൈക്കോളജി റിസൾട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ഇഷ്ടമായിട്ട് വരാം. ടയർ 2 പാസ്സായാലും നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരണമെങ്കിൽ ഒരു കട്ട് ഓഫിനെക്കാളും കുറച്ച് മാർക്ക് കൂടുതലാണ്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അത് കാരണം ഒരു പേടിയായിരുന്നു. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നമുക്ക് ഭയങ്കര സന്തോഷമായി.
അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അവിടെ വരെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു കമ്പൈൻ സ്റ്റഡി വർക്കൗട്ടായി പോകുന്നത്.